deliver only you can satisfy. You alone are the real, the giver and the apple of my eye. You alone are my strength, my shield. To you alone may my spirit yield. You alone are my heart's desire, and I long to worship you. Gently and gently. Education is the most powerful weapon which we can use to change the world. Quoted by Nelson Mandela. Yes, Sam, that's true. Education is the most powerful weapon, and we are the citizens of tomorrow who have to bring the country forward. Oh yes, Roshni. That's why our government has provided us that program. Roshni, what is that? अच्छा, additional skill acquisition program is provided by our government to revitalize and to enrich the human resource talent pool to meet the challenges of the fast-growing Indian economy. More details will be provided here. Let us welcome our beloved principal, Mr. B.M. Martin, for the welcome speech. Our beloved principal, his enthusiasm and visionary nature is the main reason for starting the SR program in our school. We welcome you, sir, to address the gathering. നമ്മൾ ഈ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ പ്രവേശനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ രക്ഷകർത്താക്കളുമുണ്ട്. അവർക്ക് ഇതിനെപ്പറ്റി ഒരു അവഗാഹം ഉണ്ടാകാനും വഴിയില്ല. അപ്പം നിങ്ങളാണ് ഇനി അടുത്ത ബാച്ചിലേക്ക് വരാനുള്ള കുട്ടികൾ. അതുകൊണ്ട് ഞാൻ 2 മിനിറ്റ് അസാപ്പ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരികയാണ്. ഇത് കേരള ഗവൺമെന്റ് കഴിഞ്ഞ കൊല്ലം ആരംഭിച്ച ഒരു പ്രോഗ്രാമാണ്. ഇതിന്റെ പേര് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പറഞ്ഞു, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം. നിങ്ങൾ +2 കഴിഞ്ഞ് പോകുമ്പോൾ 2 വർഷത്തെ പഠനം കഴിഞ്ഞ് പോകുമ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് 30 പേരെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. മാതാപിതാക്കൾ എല്ലാം വെച്ച് ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു ഇന്റർവ്യൂ ബോർഡ് വഴിയാണ് നിങ്ങൾ എടുക്കുന്നത്. അങ്ങനെയുള്ള 30 പേർക്ക് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന ഒരു പ്രതീതിയാണ് എനിക്കിന്ന് ഇവിടെ വന്നപ്പോൾ കാണുവാൻ കഴിഞ്ഞത്. വളരെ മനോഹരമായി നല്ല രീതിയിൽ പ്രൊനൗൺസ് ചെയ്ത് നിങ്ങളെ പ്രിപ്പയർ ആക്കിയിട്ടുള്ള പ്രിയപ്പെട്ട അധ്യാപകരെ, അവരെയും ഞാൻ മുക്തകണ്ഠ പ്രശംസിക്കുകയാണ്. ഒരു ഇംഗ്ലീഷ്, നമുക്കറിയാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം. അതുതന്നെയാണ് ഇന്ന് എസാപ്പൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ സ്കൂളില് ലഭിച്ചിരിക്കുന്ന ഒരു മഹാഭാഗ്യവും എന്ന് പറയുന്നത്. കേരളത്തിലെ വിദ്യാർത്ഥികളെ കുറിച്ച് പൊതുവെ പറയുന്ന ഒരു കമന്റ് ഇതാണ്, ഡിഗ്രിയും എഞ്ചിനീയറിംഗും ഒക്കെ കഴിഞ്ഞു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങള് മറ്റ് സ്റ്റേറ്റിലെ കുട്ടികളുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങള് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ കാര്യത്തില് ഏറെ പിറകിലാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ എസാപ്പ് എന്ന അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തു വരുന്നത്. നമ്മുടെ സ്കൂളിന് ഈ കോഴ്സ് അനുവദിക്കുവാൻ നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട MLA, ഇവിടെ സ്വാഗതം ആശംസിച്ച സ്കൂളിന്റെ പ്രിൻസിപ്പൽ സൂചിപ്പിച്ചു, നമ്മുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് സാമ്പത്തികമായി please give another state class. കുട്ടികൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ഒരുമിച്ച് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് വരാം. നമ്മുടെ ഒത്തിരിയേറെ കുട്ടികളെ വഴിതെറ്റിക്കാവുന്ന ഒത്തിരിയേറെ സംവിധാനങ്ങൾ നമ്മളാക്കും. ഇപ്പൊ ഇതിനോട് അനുബന്ധമായി
ടെലികമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇന്റർനെറ്റ് സൗകര്യം വരെ വരുക. ഇന്റർനെറ്റിൽ എവിടം വരെ പോകാം, ഏതൊക്കെ സൈറ്റിൽ പോകാം എന്നതിനെ കുറിച്ച് കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. എന്തുകൊണ്ടെന്നാൽ ഒത്തിരിയേറെ ആശാസ്യമില്ലാത്ത സംവിധാനങ്ങൾ ഈ ആധുനികതയുടെ പേരിൽ നമ്മുടെ വിരൽത്തുമ്പിൽ എത്തുന്നു എന്ന യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾ തീരുമാനിച്ചാൽ മാത്രം പോരാ. ടീനേജ് കുട്ടികൾ പലപ്പോഴും ആകാംക്ഷ കൊണ്ട് അവരെവിടെയെങ്കിലുമൊക്കെ കയറിയൊക്കെ പോയെന്നിരിക്കാം. രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, അധ്യാപകർ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് ഏറ്റവും അധികം ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് അവർക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന മുഴുവൻ വിജ്ഞാനവും ലഭ്യമാക്കാൻ കഴിയുന്നതിന് വേണ്ടിയാണ് സൗകര്യം ഒരുക്കുന്നത്. പക്ഷെ പലപ്പോഴും അത് കുറെയെങ്കിലും വഴിതെറ്റി പോകുന്നില്ലേ എന്ന് നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക. ഇതിന് കണ്ടല്ലോ, മൊബൈൽ വഴിയായി ഫേസ്ബുക്ക് വഴിയായി പരിചയപ്പെട്ട ഒരു 19 പരിചയക്കാരനെ കാണാൻ ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ അറിയുന്ന അയാൾക്ക് 79 വയസ്സുണ്ടെന്ന്. അപ്പൊ അങ്ങനെയുള്ള പറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാം സ്വയം തീരുമാനം, നാം സ്വയം നിയന്ത്രണം ഉണ്ടാക്കാം. കുട്ടികൾ പലപ്പോഴും ആ ടീനേജോട് കയ്യിലിരിക്കില്ല. പക്ഷെ രക്ഷിതാക്കളും അധ്യാപകരും അവരുമായി ബന്ധപ്പെടുന്നവരും അവർക്ക് കൊടുക്കേണ്ട ഒരു ഗൈഡൻസ് ഉണ്ട്. അവർക്ക് കൊടുക്കേണ്ട ഒരു അടിച്ചേൽപ്പിക്കണമെന്നല്ല, മറിച്ച് അവരെ ഗൈഡ് ചെയ്യണം. ഇന്നത് വരെ പോകാം. യോഗം ഉദ്ഘാടനം ചെയ്ത ആരാധനായ നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ ഡൊമിനിക് അവർക്ക് നൽകിയ ഈ സമ്മാനം തീർച്ചയായും കാര്യക്ഷമമായി ഞങ്ങൾ ഉപയോഗിക്കും. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. To meet the challenges of the fast growing to revitalize and to enrich the human resource talent pool to meet the challenges of the fast-growing economy. Sachin, are you an ASAP student? Yes, Anita. I am an ASAP student. ASAP is the best class I ever attended in my school life because we learn English, basic IT through activities. So ASAP is totally different from other classes. In early days, I am just a shy person. I have no enough confidence to perform in an audience. When I attend the ASAP classes, my confidence level boosted up. Now I am in front of you, without fear, without tension. I can speak English fluently, thanks to ASAP. Amala, can you share some experience with us? Of course. From this ASAP course, I have got a lot of information and improvement in my life. Before I am coming to this ASAP course, I feel nervous and shy. But now I have changed. My confidence level increases. Thank you to this ASAP course. Mimi, I don't think that you are fear to speak in front of the public like me. No, Amala, I'm not scared for speaking in front of public. But I learned something about the ASAP class. There are many skills that we will learn from the ASAP class, like social skills, interpersonal skills, listening skills, etc. And we learn how to perform in a group discussion, and we learn so many etiquettes like email manners, mobile manners, dining manners, and so on. Now I'm ready to interact with others in the proper manner. The ASAP changed me a lot. Domi, what difference in you? In this I learned that time management is important in our life. Because time is precious in our life. If we manage our time, we will definitely succeed in our goals. Time and time did not wait for man. We learned that we must always be a positive thinker. So then, what did you gain from the ASAP class? Like the other students, now I can also face the audience confidently. I improved my language and IT skills. I am proud to be here as an ASAP student.
I will explain more about it. Communicative English and English language proficiency are the two core areas that need to be strengthened in our young learners. After the foundation, we would be providing classes in any specialized skills like IT, banking, etc. And sure that, as I've introduced by the government, will help us to have a boost in our career. So, for all this, we thank our government For providing us with that program, real learners like us. This program would definitely help us to move ahead confidently. And also, we thank our man. Thank you. Now, the time for word of thanks. We call upon Vijay. എന്റെ സഹപ്രവർത്തകരെ നന്ദി പറയാനാണ് ഞാൻ നിലനിൽക്കുന്നത്. എന്നാലും അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം എന്ന ഈ SR നമ്മുടെ സ്കൂളിൽ അനുവദിക്കുകയും ഇതിന്റെ ആദ്യ ക്ലാസ് ഈ വർഷം അതായത് 2013 ഫെബ്രുവരി 13 ഇവിടെ ആരംഭിക്കുകയുണ്ടായി. ആദ്യമായി SR എന്നൊരു കോഴ്സ് വന്നപ്പോ ഒരു മെസ്സേജാണ് പുത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിക്ക് SR ലഭിച്ചിരിക്കുന്നു എന്നതിന്റെ പ്രത്യേക താല്പര്യപ്രകാരം അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും ഏക ഗവൺമെന്റ് സ്കൂൾ, ഏക സ്ഥാപനമാണ് ഈ SR വേണ്ടി തെരഞ്ഞെടുത്തത് നമ്മുടെ സ്കൂളിനെ. ആദ്യം SR എന്ന് കേൾക്കുമ്പോ എന്താണ് SR എന്നറിയില്ല. എന്നാൽ വളരെ എന്താ പറയുക ആകാംക്ഷയോടെ എന്തൊക്കെയാവും എന്ന ആശങ്കയോടെ ഞങ്ങളിവിടെ ഫെബ്രുവരി 13 ആദ്യ ക്ലാസ് ആരംഭിച്ചു. യഥാർത്ഥത്തിൽ ആ ഫെബ്രുവരിയിലായിരുന്നു ഈ ഉദ്ഘാടനം നടത്തിയിരുന്നത്. ഒരുപക്ഷെ അന്ന് ഈ ഉദ്ഘാടനം നടന്നിരുന്നെങ്കിൽ അത് ചടങ്ങ് മാത്രമായി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്നിപ്പോ SR എന്താണെന്ന് ഞങ്ങളും അറിഞ്ഞു, നിങ്ങളും അറിഞ്ഞു, നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് അവതരിപ്പിക്കാനും പറ്റും. ഇതിന്റെ ഒരു എന്താ പറയാ ഔട്ട്കംസ്, ഫാർ റീച്ചിങ് ഔട്ട്കംസ് എന്തൊക്കെയാണെന്ന് നിങ്ങളിപ്പോ ഈ വേദിയിൽ പിള്ളേരുടെ അവതരണങ്ങളിൽ നിന്നും എല്ലാം കണ്ടു. ഈ കുട്ടികളെ SR വരുമ്പോ ഒരു 30 പേരെ നമ്മൾ ഇന്റർവ്യൂ ചെയ്ത് തെരഞ്ഞെടുത്ത് കൊടുക്കുമ്പോ ഇവരിങ്ങനെയൊന്നും ആയിരുന്നില്ല. വളരെ ഷൈ ആയിരുന്നു. അവർ തന്നെ പോയ ഇന്റർവ്യൂവിൽ അവർ വളരെ ഷൈ ആയിരുന്നു. നോട്ട് ഈവൻ സ്പീക്ക് സിംഗിൾ വേർഡ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ വളരെ കുറച്ച് മാത്രം അവർക്ക് മനസ്സിലാവും, പറയാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. But still now, I'm very proud to be the coordinator to present before you these 13 students of SR. അപ്പോൾ ഒരുപാട് ദീർഘിക്കുന്നില്ല. പിന്നെ നമ്മുടെ പ്രിൻസിപ്പളും എല്ലാവരും പറഞ്ഞു നമ്മളുടെ പോരായ്മകളെ കുറിച്ച്. പ്രിൻസിപ്പൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ എനിക്ക് എപ്പോഴും വിഷമം തോന്നുന്ന ആ ക്ലാസ്സിൽ കയറുമ്പോൾ നമ്മുടെ മിസ്സിന്റെ അവസ്ഥയാണ്. സത്യം മിസ് പറയും, മിസ്സേ ഞാൻ ഈ വയറിൽ തട്ടി വീഴും, എന്റെ പിള്ളേർക്ക് ഷോക്ക് അടിക്കും. മിസ് സ്ഥിരം പറയുന്നത് വാചക. ഞാൻ പറയും മിസ്സേ ഞങ്ങൾക്ക് തരാൻ പറ്റുന്നതിന് മാക്സിമം ഞങ്ങൾ തരുന്നു. വേറൊന്നുമില്ല, ഞങ്ങൾക്ക് ഉണ്ടായിട്ടല്ല. ഹൈസ്കൂൾ അധ്യാപകർ, ഹൈസ്കൂൾ സെക്ഷൻ ഒരുപാട് സഹായിച്ചു. ഒരുപാട് ലാപ്ടോപ്പുകൾ തന്നു. ഈ ലാപ്ടോപ്പൊക്കെ ഒരു ക്ലാസ് വൈകുന്നേരം ആകുമ്പോൾ ബെഞ്ച് ഡെസ്കൊക്കെ മാറ്റി വേറൊരു രീതിയിൽ അറേഞ്ച് ചെയ്യും. നിങ്ങൾ അതിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതങ്ങ് അറേഞ്ച് ചെയ്ത് ഈ 30 കുട്ടികളെയും ഓരോ ലാപ്ടോപ്പിന് മുമ്പിൽ നിർത്തും. ഓരോ ലാപ്ടോപ്പല്ല, 2 പേർക്ക് വേണം. അങ്ങനെ എത്തി ഈ വയറുകളെല്ലാം ഈ സിനിമയിലൂടെ ഇങ്ങനെ നടക്കും. സുരേഖാമത്തിന് നടക്കാൻ പറ്റില്ല. കാരണം ഇതിന്റെ ചാർജറിനെ തട്ടിയാൽ താഴെ പോകും. അല്ലെങ്കിൽ ഒന്ന് തട്ടിയ എക്സ്റ്റൻഷൻ കേബിൾ തട്ടി ആ എക്സ്റ്റൻഷന് പോവും, ലൈനും പോവും. ഈ പറഞ്ഞ എല്ലാ ഓൺലൈൻ കണക്ഷനും വൈഫൈയൊക്കെ തീർന്നു. എന്നാലും ഈ പരിമിതികൾക്കുള്ളിൽ നിന്നും ഈ കുട്ടികളെ ഇത്രയും ആക്കിയെടുത്തു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് റൂം വേണം ഞങ്ങളിങ്ങനെ നിരന്തരം അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതെല്ലാം നൽകാമെന്ന വാഗ്ദാനങ്ങൾ നൽകി ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ഈ നമ്മുടെ SR കുടുംബത്തിലെ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരികയും ഇതിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ശ്രീമതി ബിന്ദു ജോർജിന് ഞാൻ SRന്റെ പേരിലും ഈ സ്കൂളിന്റെ പേരിലും അല്ല ഓരോ മെമ്പേഴ്സിന്റെ പേരിലും നന്ദി പറഞ്ഞോളൂ. ഉദ്ഘാടനം നടത്തിയത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA രാമകൃഷ്ണൻ സാറാണ്. സാറ് പോയി, എന്നാലും സാർ നമുക്ക് അത്യാവശ്യം വേണ്ട ഫണ്ടുകൾ ഉടനെയും ഒരു റൂമിന് വേണ്ട സൗകര്യങ്ങളും തരാമെന്ന വാഗ്ദാനം നൽകി
നിങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കൂടെ പറയുന്നു, ഞങ്ങൾക്ക് ലഭിക്കുന്ന വലിയൊരു സമ്മാനമായിരിക്കും അത്. ആ സമ്മാനം ഞങ്ങൾ കാര്യക്ഷമമായി തന്നെ ഉപയോഗിക്കുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പു നൽകുന്നു. ഇതിന്റെ ഉദ്ഘാടനം നടത്തിയതിനും കോഴ്സുകൾ അനുവദിച്ചതിനും പ്രിഡോമിനന്റ് പ്രസന്റേഷൻ സാർ ഇല്ലെങ്കിലും ഒരിക്കൽ കൂടി ഞാൻ നന്ദി അർപ്പിക്കുന്നു. മറ്റൊന്ന് ശ്രീ കെ സാമൻ സാറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും പ്രിൻസിപ്പളും ലീനച്ചേട്ടനൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ലീനച്ചേട്ടനെ കൂടി ചേർത്ത് വെച്ച് നന്ദി പറയാം. കാര്യം വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഇങ്ങനെ സ്ഥിരം ചെല്ലും, ലീനച്ചേട്ടൻ ഞങ്ങൾക്ക് അതില്ല ഇതില്ല എന്നിങ്ങനെ ഞങ്ങൾ നിരന്തരം ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി വീണ്ടും അപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ തന്ന എല്ലാ സഹായങ്ങൾക്കും എല്ലാ വാഗ്ദാനങ്ങൾക്കും സഹായങ്ങൾക്കും ഒക്കെ നന്ദി വീണ്ടും അർപ്പിക്കുന്നു. സർ, സോമൻ സർ, താങ്ക് യു വെരി മച്ച്. ലീനച്ചേട്ടന് ഒരുപാട് നന്ദി പറയണം. സിന്ധു ജോർജ് മാഡം, we have given a lot of support. Thank you very much. ലീനച്ചേട്ടാ, thank you. പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ ഇല്ല സെലക്ടർ നമ്മുടെ സ്കൂളുകളുടെ കടയ്ക്ക് വരുന്നുണ്ട്, കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, നമുക്ക് വേണ്ട സഹായ സഹകരണങ്ങളും ചെയ്തു തരുന്നുണ്ട്. അദ്ദേഹം എവിടെയില്ലെങ്കിലും ഈ എത്താത്തന്റെ പേര് അദ്ദേഹത്തിനും ഞാൻ നന്ദി പറയുന്നുള്ളൂ. പിന്നെ PTA പ്രസിഡന്റ് ഒരുപാട് പറയാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല നമ്മൾ, കാരണം പോരായ്മകളുടെ ലിസ്റ്റാണ് നമുക്ക് ഏറെയുള്ളത്. നീട്ടി വിളിച്ച് പറഞ്ഞാൽ ഒരു ദിവസം പറഞ്ഞാലും തീരില്ല. എങ്കിൽ പോലും നമ്മുടെ ഈ പോരായ്മകൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മളോടൊപ്പം സഹകരിച്ച ഏറ്റവും നല്ല പിന്തുണ നൽകുന്ന നമ്മുടെ PTA പ്രസിഡന്റ് മിസ്റ്റർ PS ഫ്രാങ്ക്ലിന് സ്കൂളിന്റെ പേരിലും സ്റ്റാഫിന്റെ പേരിലും നന്ദി അർപ്പിച്ചു. ശ്രീനാഥ് നമ്മുടെ പ്രോഗ്രാം മാനേജറാണ് സാർ. ഒരുപാട് സ്കൂളുകളിൽ പോകും, ഇടയ്ക്ക് 4 മണിയൊക്കെ കഴിഞ്ഞ് 4:30 ആകുമ്പോൾ വരും. ഇങ്ങനെയുണ്ട് മിസ്സയുടെ പിള്ളേർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നില്ലേ, അവർക്ക് ഇഷ്ടപ്പെട്ടോ, ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ ഞങ്ങളും പറയും ശരി സാർ, എല്ലാം നന്നായി നടക്കുന്നുണ്ട്, സാറും നോക്കി സാറും ഹാപ്പി ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിവേ, താങ്ക് യു ഫോർ യുവർ പ്രസൻസ്. താങ്ക് യു വെരി മച്ച്. മാതാപിതാക്കളെ, ഇന്ന് ഈ 20-ാം തീയതി ഇവിടെ ഇങ്ങനെ ഇനോഗ്രേഷൻ ഫംഗ്ഷൻ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ്. അതിനിടയിലാണ് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് വന്നുപെട്ടത്. എനിക്കറിയാം, ഇവിടെ വന്നതിൽ ഏറെ പങ്ക് പാരന്റ്സും കുട്ടികളും മെയിൻ അലോട്ട്മെന്റിൽ കിട്ടാതെ സപ്ലിമെന്ററി കിട്ടിയതിന്റെ സന്തോഷത്തിൽ ചേരാൻ ഓടി വന്നവരാണ് നിങ്ങൾ. നിങ്ങളെ കുറച്ചു നേരം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ എന്നാൽ പോലും ഇതൊരു ബോധവൽക്കരണ ക്ലാസ്സായിരുന്നു നിങ്ങൾക്ക്. നിങ്ങൾക്കും ഇപ്പൊ ഈ കുട്ടികളുടെ പെർഫോമൻസിൽ നിന്നും ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കും പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഞാൻ ഈ അവസരം നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. RSG Mrs. Surekha Vinod Kumar, I really appreciate you, ma'am. Thank you very much. ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഈ കുട്ടികളെ ഇത്രയും പെർഫോം ചെയ്ത് ഇങ്ങനെ ട്രെയിൻ ചെയ്യാൻ മിസ് എവിടെയായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഒരുപാട് വിഷമിച്ചേനെ. കാരണം അഡ്മിഷനും എല്ലാ തരത്തിലും കൂടി വന്നപ്പോൾ മിസ് അങ്ങ് ഏറ്റെടുത്തു. ഇന്നലെ 5-6 മണി വരെയാണ് മിസ്സുകൾ ഉണ്ടായിരുന്നു ഈ കുട്ടികളെ ട്രെയിൻ ചെയ്യാനും ഇങ്ങനെ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെ. എന്നും സപ്പോർട്ടായി നിൽക്കുന്ന മിസ് സുരേഖ വിനോദ് കുമാറിന് താങ്ക് യു വെരി മച്ച്. ഇനി 3 പ്രോഗ്രാം മാനേജേഴ്സും കൂടെ എത്തിയിട്ടുണ്ട്. അവര് നമ്മുടെ സ്കൂളിനെ നിരീക്ഷിക്കാൻ വന്നവരാണ്. ഈ നിരീക്ഷണത്തിൽ അവർ നല്ല ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അവർ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു ഫോർ ബീയിങ് പ്രസന്റ് ഹിയർ. താങ്ക് യു വെരി മച്ച്. Now the teachers, SR coordinator ആയിട്ട് എന്നെ തെരഞ്ഞെടുക്കുകയും അതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും നൽകുന്ന എന്റെ സ്റ്റാഫിന്റെ സഹപ്രവർത്തകർ, അവർക്ക് ഞാൻ നന്ദി പറയുന്നു. കൂടാതെ ഹൈസ്കൂളിലെ സ്റ്റാഫ് ഈ സ്റ്റേജ് ഇങ്ങനെ ഇത്രയും ഭംഗിയായി അലങ്കരിക്കാൻ ഈ ചെയർസും ഡെസ്കും ബെഞ്ചും എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്യാനും നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യാനും സഹകരിച്ച എല്ലാ ഹൈസ്കൂൾ സ്റ്റാഫ്, പ്രത്യേകിച്ച് ടീച്ചേഴ്സ്, വിജയൻ സാറ്, പ്രകാശൻ സാറ്, എല്ലാവർക്കും ഈ സ്റ്റാഫിലെ ഓരോ മെമ്പേഴ്സിന്റെ പേരിലും ഞാൻ നന്ദി പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് ചായ സൽക്കാരം നൽകി നമ്മുടെ ചെറിയൊരു വയസ്സപ്പടക്കിയ ഗിരിജ ചേച്ചി, ശീല ചേച്ചി, അനുജ ചേച്ചി, ഇവർക്ക് എല്ലാവർക്കും സാറിന്റെ പേര് നന്ദി അർപ്പിക്കുന്നു.
കൂടാതെ ലൈറ്റ് ആൻഡ് സൗണ്ട് നൽകിയവരെ എത്തിച്ചേരാൻ മീഡിയ പ്രവർത്തകര്, ഫോട്ടോഗ്രാഫേഴ്സ്, കൾച്ചേഴ്സ് എല്ലാവർക്കും ഈ അധ്യാപന പേരിൽ നന്ദി അർപ്പിക്കുന്നു. And last but not least, my dear SR students, you have done it. You have done it and you've really done it. I'm proud of you and I'm proud of you to be the SR coordinator. Very good performance. You have improved a lot. So, thank you. Thank you each and every one of you. Thank you one and all. Thank you. Our Vijayan, we are thanking anybody. So, I thank you here also. It is always good to end a program with our national anthem. So finally, let us stand for our national anthem.